റിയാസ് മൗലവി കൊലപാതക കേസ് കോൺഗ്രസും യൂത്ത് ലീഗും രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുകയാണെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഷാജിദ്. നുണപ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ടി ഷാജിദ് അറിയിച്ചു. വിധിയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിൽ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പി കെ ഫിറോസും കേസിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്നാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ആരോപണം. 100 സാക്ഷികളുള്ളതിൽ 97 സാക്ഷികളെയും കോടതി വിസ്തരിച്ചു. DNA ഉൾപ്പെടെയുള്ള എല്ലാ രേഖകൾ ഹാജരാക്കിയപ്പോഴും പ്രതിഭാഗം മറുവാദം ഉന്നയിച്ചില്ല. ചില രാഷ്ട്രീയ നേതാക്കന്മാർ കഥ അറിയാതെ ആട്ടമാടുകയാണ്. 100 സാക്ഷികളുടെ കുറ്റപത്രം പോലീസ് സമർപ്പിച്ചതിൽ അഡീഷണൽ സാക്ഷികളടക്കം 97 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു. കേസിൽ UAPA ചുമത്താതിരുന്നത് സംസ്ഥാന സർക്കാരിന്റെ താൽപര്യങ്ങൾ മൂലമെന്ന് അഡ്വക്കേറ്റ് ഷുക്കൂർ. കാസർഗോട്ട് ഈ ചൂരി പ്രദേശത്ത് ഇനിയൊരു മനുഷ്യർ കൊല്ലപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ വർഗീയതയുടെ പേരിൽ ഈ നാട്ടിൽ ഒരാൾ കൊല്ലപ്പെടാൻ പാടില്ല ഞങ്ങൾ ആവശ്യം. ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സംസ്ഥാനത്തെ മുഴുവൻ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ആയതുകൊണ്ട് ഈ പർട്ടിക്കുലർ കേസിൽ മാത്രം UAPA ചേർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയവർക്കെതിരെ UAPA ചുമത്തണമായിരുന്നെന്നും അതിൽ വീഴ്ച പറ്റിയെന്നും ആക്ഷൻ കമ്മിറ്റി വിമർശിച്ചു. പിന്നെ UAPA സർക്കാർ എതിർത്തത് സർക്കാർ നയപരമായിട്ട് അത് എതിരാണ്, സർക്കാരിന്റെ പോളിസിൽപ്പെട്ടതല്ല. കേസിൽ രാഷ്ട്രീയ ചർച്ചകൾ ഉടലെടുത്തതോടെ ജില്ലയിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. BJP തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിനുൾപ്പെടെ പോലീസ് കാവലേർപ്പെടുത്തിയിട്ടുണ്ട്. 24 കാസർഗോഡ്.